വീഡിയോ എടുക്കുമ്പോൾ എന്റെ ഫോണിൽ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ലൈറ്റ് എന്റെ ഫേസിലോട്ട് മാത്രമേ പൊസിഷൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ഈ ലൈറ്റ് സൈഡിലോട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ല. കാരണം ലൈറ്റ് സൈഡിലോട്ട് മാറ്റിയാൽ ഫോണും കൂടെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു ട്രൈപോഡ് ഞാൻ വാങ്ങിയത്. ഇത് ഡിജിടെക്കിന്റെ DTR-550 LW എന്ന മോഡലിലുള്ള ഒരു ട്രൈപോഡാണ്. ഇതിറങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. എന്നാലും ഇപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് ട്രൈപോഡ് തന്നെയാണിത്. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറോ ആണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു ട്രൈപോഡ് തന്നെയാണിത്. ഇതിന്റെ വില വരുന്നത് വെറും 1499 രൂപയാണ്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പൊ നമുക്ക് നേരെ അൺബോക്സ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബോക്സിൽ ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാക്സിമം ലോഡ് 5 കിലോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 5 കിലോഗ്രാം ലോഡ് മാക്സിമം എടുക്കുന്നുണ്ട്. അടുത്തതായി മാക്സിമം ഹൈറ്റ് വരുന്നത് 5.57 അടിയാണ്. പിന്നെ ഫോൾഡഡ് ഹൈറ്റ് വന്നിട്ട് 615 മില്ലിമീറ്റർ ആണ്. അതായത് എല്ലാം മടക്കി വെക്കുമ്പോഴുള്ള ഹൈറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴെയായിട്ട് മിനിമം ട്യൂബിന്റെ ഡയമീറ്റർ ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് 1.2 കിലോഗ്രാം ആണ്. പിന്നെ 3 സെക്ഷൻ ആണ് ഇതിൽ വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. നമുക്കിത് ബോക്സിൽ നിന്നും പുറത്തെടുക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ബാഗിലാണ് ട്രൈപോഡ് വരുന്നത്. ഇതൊരു ക്യാരി കേസ് കൂടെയാണ്. ഇതിന് നമുക്കൊരു അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ഇവിടെ വരുന്നുണ്ട്. ഈ സ്ട്രാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഇത് ഈസിയാണ്. ഇനി നമുക്ക് ബാഗ് തുറക്കാനായിട്ട് ഒരു സിബ് തന്നിട്ടുണ്ട്. നമുക്കത് തുറന്ന് ട്രൈപോഡ് പുറത്തെടുക്കാം. ബാഗ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് നമ്മുടെ ട്രൈപോഡ് വരുന്നത്. നമുക്ക് ഈ കവർ തുറന്ന് നമുക്ക് ട്രൈപോഡ് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡിജിടെക്കിന്റെ DTR-550 LW എന്ന ട്രൈപോഡ്. ഈ കവറിനകത്ത് വേറെന്തോ കൂടെ ഉണ്ട്. നമുക്കത് എന്താന്ന് നോക്കാം. ഇതൊരു മൊബൈൽ ഫോൺ ഹോൾഡർ ആണ്. ട്രൈപോഡിന് എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ഒരു ലെവലർ വരുന്നുണ്ട്. തറയിൽ വെക്കുമ്പോൾ വല്ല ചരിവോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലെവലർ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് നേരെ വെക്കാനുള്ള ലെവലർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡിൽ തിരിച്ചുകൊണ്ട് നമുക്ക് ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം. ഇനി ഇത് നിവർത്തണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഇതിനെ അങ്ങ് താഴോട്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് നിവർന്ന് വരും. പഴയതുപോലെ മടക്കണമെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിനെ ഫുള്ളൊന്ന് താഴ്ത്തിയതിനു ശേഷം ഇതൊന്ന് കറക്കിക്കൊണ്ട് നമുക്കിത് ലോക്കാക്കാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ, ലോക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പൊസിഷനിൽ വെച്ചോ ഇത് ലോക്ക് ചെയ്യാം. ഇതാ ഇതുപോലെ. ഈ ഒരു കാര്യം മറ്റു സാധാരണ ട്രൈപോഡുകളിൽ കാണാറില്ല. എന്നാൽ ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രൈപോഡൊക്കെ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഹാൻഡിലാണിത്. ഇതിങ്ങനെ ഫുള്ളായി നിവർത്തി വെച്ചാൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ചു കൊണ്ടുപോയാൽ മതിയാകും. ഈ ഹാൻഡിലും മിക്ക ട്രൈപോഡുകളിലും വരാത്തൊരു കാര്യമാണ്. ഇനി താഴെയായിട്ടൊരു ഹൂക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും ആക്സസറീസ് തൂക്കിയിടാനുള്ളതാണ്. ഇവിടെ ആയിട്ടൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അത് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇപ്പുറത്തൊരു ഹാൻഡിൽ വരുന്നുണ്ട്. ഈ ഹാൻഡിൽ ഇങ്ങനെ കറക്കുമ്പോൾ ഇതിങ്ങനെ ഉയർന്നു വരും. എന്തായാലും നല്ല രസമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തുകൊണ്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കാം. എത്ര ഹൈറ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ച് പൊക്കിയതിനു ശേഷം ഈ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ട്രൈപോഡ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിന്റെ ഹൈറ്റ് എത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ഫുൾ നിവർത്തിയിട്ട് ഇതിന്റെ ഹൈറ്റ് എത്ര വരുമെന്ന് നോക്കാം. ഇതിന്റെ കാലുകൾ നിവർത്തിയപ്പോഴുള്ള ഹൈറ്റ് ആണിത്. ഏകദേശം എന്റെ അതേ പൊക്കം വരുന്നുണ്ട്. ഇതല്ല ഇതിന്റെ മാക്സിമം ഹൈറ്റ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. കണ്ടോ, ഇത്ര ഹൈറ്റ് ആണ് ഇതിന്റെ മാക്സിമം വരുന്നത്. നല്ല രീതിയിലുള്ള പൊക്കം ഇത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ടോപ്പിലായിട്ടൊരു മൗണ്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ DSLR ക്യാമറയൊക്കെ വെക്കാനുള്ളതാണ്. ഈ ക്യാമറ ഇപ്പോൾ ഹൊറിസോണ്ടൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് വെർട്ടിക്കൽ പൊസിഷനിലോട്ട് ആക്കണമെങ്കിൽ ഈ സ്ക്രൂ ഇങ്ങനെ ലൂസ് ചെയ്തതിനു ശേഷം ക്യാമറ ഒന്ന് ഇങ്ങോട്ട് ആക്കിയാൽ മതി. കണ്ടില്ലേ, ഇപ്പൊ ഈ ക്യാമറ ഇങ്ങനെ വെർട്ടിക്കൽ പൊസിഷനിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കിനി റീൽസ് ഒക്കെ എളുപ്പത്തിൽ എടുക്കാൻ സഹായകമാകും. അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്കിനി ഫോൺ വെക്കണമെങ്കിൽ ഈ ഹോൾഡർ ഇതിലൊന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ക്യാമറ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാതെ ഏതെങ്കിലും പൊസിഷനിൽ ഫിക്സഡ് ആക്കി വെക്കണമെങ്കിൽ ഈ ഹാൻഡിൽ ഒന്ന് കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ഇതുപോലെ ലോക്ക് ആയിക്കൊള്ളും. അതുപോലെ ഈ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതിനായി ഇവിടെ ആയിട്ടൊരു ലോക്ക് വരുന്നുണ്ട്. അത് തിരിച്ചുകൊണ്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ മൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഈ ലോക്ക് ഒന്ന് മാറ്റിയതിനു ശേഷം ഇതിങ്ങനെ പുറത്തെടുക്കാം. ഇനി ഇത് തിരിച്ചു വെക്കുന്നതിനായി ഈ ലോക്ക് വീണ്ടും മാറ്റിയതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ വെക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ട്രൈപോഡിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും വരുന്നത്. എന്തായാലും ഈ ഒരു വിലയ്ക്ക് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 1500 താഴെ എന്തായാലും വർത്തായിട്ടുള്ള ഒരു ട്രൈപോഡ് തന്നെയാണിത്. നിങ്ങൾ പുതിയൊരു ട്രൈപോഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിജിടെക്കിന്റെ DTR-550 LW എന്ന ഈ മോഡൽ ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രൈപോഡിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് മീ ദീപ സൈനിങ് ഓഫ്.